കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൂൺ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയുമായി ഹോർട്ടിക്കൾച്ചർ. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് 30.25 കോടി രൂപയാണ് ചെലവ്. സംസ്ഥാനത്ത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൂൺ ഉൽപാദനത്തിനുള്ള പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇതിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും കൂൺ ഗ്രാമങ്ങൾക്ക് തുടക്കമിടും. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് 30.25 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് 100 കൂൺ ഗ്രാമങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ 2-3 പഞ്ചായത്തുകളെ ചേർത്താണ് കൂൺ ഗ്രാമം നടപ്പിലാക്കുക. ചെറുകിട വൻകിട കൂൺ ഉൽപാദന യൂണിറ്റ്, വിത്തുൽപാദന യൂണിറ്റ് എന്നിവയ്ക്ക് 40%, കമ്പോസ്റ്റ്, പാക്ക് ഹൌസ്, കൂൺ സംസ്കരണ യൂണിറ്റ് എന്നിവയ്ക്ക് 50% നിരക്കിലും സബ്സിഡി ലഭ്യമാക്കും. 2 ലക്ഷം രൂപ വരെ സഹായധനം ലഭിക്കുന്ന ഈ പദ്ധതിക്ക് കർഷകർ, കൃഷിക്കൂട്ടങ്ങൾ, കർഷക സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, കുടുംബശ്രീ എന്നിവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനം നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കാപ്പി വിലയിൽ വർധന തുടരുന്നു. വിളവെടുപ്പ് തുടങ്ങിയിട്ടും ലഭ്യത ഉറപ്പാക്കാനാകാത്തതാണ് കാരണം. വിളവെടുപ്പ് തുടങ്ങിയിട്ടും കാപ്പി വില ഉയരുന്നു. ഉൽപാദനം തീരെ കുറഞ്ഞതാണ് കാരണം. വെള്ളിയാഴ്ച വിപണിയിൽ 1 കിലോ കാപ്പിക്കുരുവിന് 230-235 രൂപയിലാണ് വിപണനം നടന്നത്. കാപ്പി പരിപ്പിന് 395-400 രൂപയാണ് നിലവിലെ വില. ഇതേ തുടർന്ന് കാപ്പിപ്പൊടിയുടെ വില 650 ഉയർന്നിരിക്കുകയാണ്. വില ഇനിയും ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. ഉൽപാദന ചെലവിനനുസരിച്ച് വില കിട്ടാത്തതിനാൽ കാപ്പി കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ. പല കർഷകരും മറ്റു പല വിളകളിലേക്കും തിരിഞ്ഞു. ഇതോടെ ഉൽപാദനം കുറഞ്ഞ് ആഭ്യന്തര ഉപയോഗത്തെയും വിപണിയെയും സാരമായി ബാധിച്ചു. കാപ്പി വില ഉയരാൻ ഇത് കാരണമായി. ഉൽപാദനം 25-30% കുറഞ്ഞതിനാൽ വില വർധനവിന്റെ ഗുണം കർഷകർക്കും തോട്ടമുടമകൾക്കും കിട്ടുന്നില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. നടപ്പ് വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് നാളികേര ഉൽപ്പന്നങ്ങൾ. അടുത്ത മാസം സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പിന് തുടക്കമാകും. ഇന്ത്യൻ വിപണിയിൽ നാളികേരോൽപ്പന്നങ്ങൾ നടപ്പ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. പ്രാദേശിക വിപണികളിൽ ക്രിസ്മസ് ഡിമാൻഡാണ് വർഷാന്ത്യത്തിലെ വെളിച്ചെണ്ണയുടെ കുതിപ്പിന് വഴിവെച്ചത്. ഉൽപാദനക്കുറവ് മൂലം ദക്ഷിണേന്ത്യയിൽ നാളികേരത്തിന്റെ ലഭ്യത ഈ വർഷം കുറഞ്ഞത് വിപണിയുടെ അടിത്തറ നേരത്തെ തന്നെ ശക്തമാക്കിയിരുന്നു. ഇതിനിടയിൽ അടുത്ത സീസണിലെ കൊപ്രയുടെ താങ്ങുവില 11,160 രൂപയിൽ നിന്നും 422 രൂപ ഉയർത്തി 11,582 രൂപയാക്കിയത് ഉൽപാദന കേന്ദ്രങ്ങളിൽ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിലെ വിപണി വില 14,500 രൂപയിൽ നീങ്ങുമ്പോൾ പുതുക്കിയ താങ്ങുവില കുറവാണെങ്കിലും വിളവെടുപ്പ് വേളയിൽ ഈ താങ്ങുവില കാർഷിക മേഖലയ്ക്ക് കരുത്താകും. പുതിയ ചരക്ക് പ്രവാഹം വിലയിടിവ് സൃഷ്ടിച്ചാൽ സർക്കാർ ഏജൻസികൾ താങ്ങുവിലയ്ക്ക് സംഭരിച്ച് പ്രതിസന്ധി മറികടക്കാനാകും. അടുത്ത മാസം സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പിന് തുടക്കം കുറിക്കും. മാർച്ച് മാസമെങ്കിലും സംഭരണ ഏജൻസികൾ ഏതെല്ലാമെന്നത് വ്യക്തത വന്നാൽ മാത്രമേ വിലത്തകർച്ച സംഭവിച്ചാൽ വിപണിയെ താങ്ങി നിർത്താനാകൂ. കേന്ദ്രം കൊപ്രയ്ക്ക് താങ്ങുവില പ്രഖ്യാപിച്ച് സംഭരണത്തിന് അനുമതി നൽകുമ്പോൾ പിന്നിട്ട ഏതാനും വർഷങ്ങളായി കൊപ്ര സംഭരിക്കാൻ കേരളം താൽപര്യം കാണിക്കാറില്ല. പച്ചത്തേങ്ങ സംഭരണമാണ് കേരളത്തിൽ മുന്നിലുള്ളത്. ഇത് കഴിഞ്ഞ 3 വർഷങ്ങളായി ഗുണം ചെയ്യുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ചൈനയുടെ സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ രാജ്യാന്തര റബ്ബർ വിപണിക്ക് ഉത്തേജം പകരും. വാരാന്ത്യം റബ്ബർ വിപണിയിൽ നേരിയ ഉണർവ്. രാജ്യാന്തര റബ്ബർ വിപണിയിൽ വാരാന്ത്യം നേരിയ ഉണർവ് ദൃശ്യമായെങ്കിലും വാരത്തിന്റെ തുടക്കം മുതൽ ഉൽപ്പന്നം വിൽപ്പന സമ്മർദ്ദത്തെ അഭിമുഖീകരിച്ചു. ചൈനീസ് വ്യവസായികളിൽ നിന്നുള്ള വാങ്ങൽ താൽപര്യം കുറഞ്ഞത് തായ്ലൻഡ് വിപണിയായ ബാങ്കോക്കിനെ ഉലച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ വിലയിലുണ്ടായ ഇടിവ് ഒരു വിഭാഗം വ്യവസായികളെ താഴ്ന്ന തലത്തിൽ വാങ്ങലുകാരാക്കിയതിന് വാരാന്ത്യം തിരിച്ചുവരവിന് അവസരം ഒരുക്കി. 2025 ചൈനീസ് സാമ്പത്തിക മേഖല വളർച്ച കൈവരിക്കാൻ ആവശ്യമായ ഊർജിത നടപടികൾ സ്വീകരിക്കുകയാണ് ബീജിംഗ്. ചൈനയുടെ നീക്കങ്ങൾ രാജ്യാന്തര റബ്ബർ വിപണിക്ക് ഉത്തേജനം പകരും. അതേസമയം പ്രമുഖ കറൻസികൾ തമ്മിലുള്ള ഏറ്റക്കുറച്ചിലും സാമ്പത്തിക മേഖലയിലെ മാന്ദ്യവും ഉണർവും തമ്മിലുള്ള മത്സരങ്ങളും ഫലത്തിൽ റബ്ബർ വിലയിൽ പ്രതിഫലിക്കും. ഡോളറിന് മുന്നിൽ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. ഇത് വ്യവസായികളെ വിദേശ റബ്ബർ ഇറക്കുമതിയിൽ നിന്നും അല്പം പിന്തിരിപ്പിക്കാമെന്നാണ് വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ വില 18,800 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. വെർട്ടിക്കൽ ഫാമിംഗ് രീതിക്ക് പ്രിയമേറുന്നു. നഗരപ്രദേശങ്ങളിലെ കൃഷിക്ക് അനുയോജ്യമാണ് ഈ കൃഷിരീതി. സുസ്ഥിരമായ ഭക്ഷ്യ ഉൽപാദനത്തിനുള്ള ആവശ്യം വർദ്ധിക്കുന്നതിനൊപ്പം നഗരവൽക്കരണത്തിലും ലോകം അതിവേഗം കുതിച്ചുയരുകയാണ്. 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 70%-ലധികം പേരും നഗരങ്ങളിലായിരിക്കും. സൗരോർജ്ജമോ മറ്റ് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളോ ഉപയോഗിച്ചുള്ള വെർട്ടിക്കൽ കൃഷി
നഗരകൃഷിയുടെ മുഖം മാറ്റുമെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ഊർജ്ജ സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുക, ജല ഉപയോഗം ഫലപ്രദമാക്കുക, കാലാവസ്ഥാ നിയന്ത്രണ സംവിധാനങ്ങൾ, കൃത്രിമ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് വെർട്ടിക്കൽ ഫാമിംഗ് ഏറെ സൗകര്യപ്രദമാണ്. മുംബൈ, ബംഗളൂരു, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലെ ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സോളാർ സാങ്കേതിക വിദ്യ കൃഷിയുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള നൂതന മാർഗങ്ങൾ പല സ്റ്റാർട്ടപ്പുകളും നടപ്പാക്കി വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.